നമസ്കാരം. കൽദായ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഭയിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി രൂപപ്പെടുത്തിയ കരുതൽ കൂട്ടായ്മയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി കൂടിയായ സബ് ജഡ്ജ് സരിത രവീന്ദ്രൻ നിർവഹിച്ചു. മാർ അപ്രീം സൺഡേ സ്കൂൾ കേന്ദ്ര പ്രവർത്തക സമിതിയുടെ ആഭിമുഖ്യത്തിൽ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ഏകദിന സെമിനാർ റിട്രീറ്റ് 2024 തിരൂർ മറിയോനൻ പള്ളിയിൽ വെച്ച് നടത്തി. കേന്ദ്ര വിമൻ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന വ്യക്തിത്വ വികസന ക്യാമ്പ് സംഘടിപ്പിച്ചു. കേന്ദ്ര യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത നേട്ടം കൈവരിച്ച സഭാമക്കളെ ആദരിക്കുന്ന ട്രൈഫൻ ചടങ്ങ് 2024 സെപ്റ്റംബർ 1 ഞായറാഴ്ച നടത്തുന്നു. വാർത്തകൾ വിശദമായി. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ദ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസിന്റെ നേതൃത്വത്തിലുള്ള കാൽഡിയൻ ചാരിറ്റി കമ്മിറ്റിയുടെ കീഴിൽ സഭയിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി കരുതൽ കൂട്ടായ്മ രൂപീകരിച്ചു. 2016 കേന്ദ്ര സർക്കാരിന്റെ ഭിന്നശേഷിക്കാർക്കായുള്ള RPWD ആക്ട് നിയമസംഹിതയിൽ അവരെ ചേർത്ത് പിടിച്ച് മുഖ്യധാരയിൽ കൊണ്ടുവരുവാൻ അനന്തമായ സാധ്യതകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി കൂടിയായ സബ് ജഡ്ജ് സരിത രവീന്ദ്രൻ പറഞ്ഞു. കരുതൽ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മാർത്തുമറിയം വലിയ പള്ളി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സബ് ജഡ്ജ്. മാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ലർജി സെക്രട്ടറിയും ചാരിറ്റി കമ്മിറ്റി പ്രസിഡന്റുമായ ഫാദർ KR ഇനാശു, വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, ഫാദർ ജിനു ജോസ്, കേന്ദ്ര ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കെങ്കൽ, വൈസ് ചെയർമാൻ രാജൻ ജോസ് മണ്ണുത്തി, ചാരിറ്റി കമ്മിറ്റി സെക്രട്ടറി ലാലി റാഫേൽ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ട്രസ്റ്റി ബോർഡ് അംഗം AV ഷാജുവിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു. 2024 സെപ്റ്റംബർ 22 ഞായറാഴ്ച രാവിലെ 10:30 മുതൽ 2 മണിവരെ കരുതൽ കൂട്ടായ്മയുടെ ഭാഗമായി സഭയിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു മെഡിക്കൽ ക്യാമ്പ് മാർത്തുമറിയം വലിയ പള്ളി ഹാളിൽ അമല ഹോസ്പിറ്റലിലെ ഡോക്ടർ സിന്ധുവിന്റെ നേതൃത്വത്തിൽ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. മാർ അപ്രീം സൺഡേ സ്കൂൾ കേന്ദ്ര പ്രവർത്തക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ശാഖകളിലെയും 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ഏകദിന സെമിനാർ റിട്രീറ്റ് 2024 ഓഗസ്റ്റ് 25 ഞായറാഴ്ച തിരൂർ മറിയോനൻ പള്ളിയിൽ വെച്ച് നടത്തി. കാലത്ത് 7 മണിക്ക് വലിയ പള്ളിയിൽ നിന്നും ബസ്സുകളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും തിരൂർ പള്ളിയിലേക്ക് എത്തിച്ചേർന്നു. അഭിവന്ദ്യ മാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്തയുടെ വിശുദ്ധ കുർബാനയോടെ സെമിനാർ ആരംഭിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ വെച്ച് മാർ ഓഗൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മോട്ടിവേഷൻ ട്രെയിനറായ വിനോദ് ഇഗ്നേഷ്യസ് സെമിനാറിൽ ക്ലാസ് എടുത്തു. കാലത്ത് 10:30 ആരംഭിച്ച് ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ സെമിനാർ അവസാനിച്ചു. തുടർന്ന് സെമിനാറിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും അധ്യാപകരും തിരൂർ സെമിനാരി സന്ദർശിച്ചു. അതിനുശേഷം പൂമല ഡാമും സന്ദർശിച്ച് വൈകിട്ട് 6:30 തൃശൂരിൽ തിരിച്ചെത്തിച്ചേർന്നു. 130 പേർ സെമിനാറിൽ പങ്കെടുത്തു. യൂത്ത് അസോസിയേഷൻ കേന്ദ്ര സമിതിയും മാർ യോഹന്നാൻ മാംദാന പള്ളി യൂത്ത് അസോസിയേഷനും സംയുക്തമായി നടത്തിയ മാർ തിമോത്തിയോസ് മെമ്മോറിയൽ ചിത്രരചനാ മത്സരം ഓഗസ്റ്റ് 11 ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി. വിവിധ കാറ്റഗറിയായി നടന്ന മത്സരത്തിൽ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ധാരാളം പേർ പങ്കെടുത്തു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ കേന്ദ്ര യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 2024 സെപ്റ്റംബർ 1 ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് കാൽഡിയൻ സെന്ററിൽ വെച്ച് ട്രൈംഫന്റ് 2024 സംഘടിപ്പിക്കുന്നു. ചടങ്ങിനെ കുറിച്ച് ഫാദർ ജാക്സ് ചാണ്ടി. പ്രിയ ദൈവജനമേ, ഈ വരുന്ന സെപ്റ്റംബർ 1 ഞായറാഴ്ച കേന്ദ്ര യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ട്രൈംഫന്റ് 2024 സംഘടിപ്പിക്കുന്നു. വൈകിട്ട് 4:30 കാൽഡിയൻ സെൻറ്ററിൽ ആരംഭിക്കുന്നതായ ഈ ചടങ്ങിൽ സഭയിലെ വിവിധ ഇടവകളിൽ നിന്നും 10ാം ക്ലാസ്, +2, ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേഷൻ, ഡിപ്ലോമ, മറ്റ് പ്രശസ്ത നേട്ടങ്ങൾ കൈവരിച്ചതായ മക്കൾ, അതോടൊപ്പം തന്നെ സൺഡേ സ്കൂളിൽ സുറിയാനി ഫുൾ മാർക്കും അതോടൊപ്പം തന്നെ ഗ്രേഡ് ലെവലിൽ കിട്ടിയ കുട്ടികളും സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയ കുട്ടികളെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് കടന്നു വരുന്നത് തൃശ്ശൂർ സിറ്റിയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ആയ ശ്രീ സലീഷ് NS ആണ്. പ്രസ്തുത ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സഭയുടെ മെത്രാപ്പോലിത്തയായ അഭിവന്ദ്യ മാർ ഔഗൻ കുര്യാക്കോസ് തിരുമേനിയാണ്. ആദരവ് ലഭിക്കുന്ന മക്കളും അവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും സഭാവിശ്വാസികളും കടന്നു വരണമെന്ന് കേന്ദ്ര യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
കേന്ദ്ര വിമൺ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 2024 ഓഗസ്റ്റ് 26 തിങ്കളാഴ്ച സഭയുടെ മാർ തിമോത്തിയോസ് ഓർഫനേജ് കാളത്തോട്, മാർത്തോമ ആശ്രമം മുളയം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി ഡോക്ടർ ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിൽ ഏകദിന വ്യക്തിത്വ വികസന ക്ലാസ് സംഘടിപ്പിച്ചു. മാർ തിമോത്തിയോസ് ഓർഫനേജിൽ വെച്ച് നടന്ന ക്ലാസിന്റെ ഉദ്ഘാടനം മാർ ഓഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത നിർവഹിച്ചു. കേന്ദ്ര വിമൺ യൂത്ത് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗമായ ഷിംജി റബി ഏവരെയും സ്വാഗതം ചെയ്തു. മാർ തിമോത്തിയോസ് ഓർഫനേജിന്റെ ഡയറക്ടർ ഫാദർ നിംസൺ വർഗീസ്, ദ ബോർഡ് ഓഫ് സെൻട്രൽ ട്രസ്റ്റീസ് ചെയർമാൻ ശ്രീ ജേക്കബ് ബേബിയൊലക്കെങ്കൽ, MTM ഓർഫനേജിന്റെ സെക്രട്ടറിയും വൈസ് ചെയർമാനുമായ ശ്രീ രാജൻ ജോസ് മണ്ണുത്തി, വിമൺ യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സിസ്റ്റർ ജിൻസി ഓത്തോട്ടിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. കേന്ദ്ര വിമൺ യൂത്ത് അസോസിയേഷൻ ട്രഷറർ ബ്ലെസി ബിജു ഏവർക്കും നന്ദി അർപ്പിച്ചു. എറണാകുളം സെന്റ് തോമസ് പള്ളി മെൻസ് അസോസിയേഷനും എറണാകുളം ജില്ലാ ഹോമിയോ ആശുപത്രിയും സംയുക്തമായി ഒരു സൗജന്യ ജനറൽ മെഡിക്കൽ ക്യാമ്പ് 2024 ഓഗസ്റ്റ് 25 രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സംഘടിപ്പിച്ചു. എറണാകുളം ഡിവിഷൻ കൗൺസിലർ ശ്രീ മനു ജേക്കബ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വികാരി ഫാദർ സിൻഡോ ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രസ്തുത ക്യാമ്പിൽ ഡെങ്കിപ്പനി പ്രതിരോധത്തെക്കുറിച്ചും ജീവിതശൈലീ രോഗങ്ങളെക്കുറിച്ചും ഡോക്ടർ ആശ കെ, ഡോക്ടർ അർച്ചന M എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. ഡെങ്കിപ്പനി പ്രതിരോധ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ഫാദർ ആൻഡോ തോമസ്, ഡീക്കൻ ലിജോ ജോൺസൺ, ശ്രീ ഫ്രാൻസിസ് ചാണ്ടി എന്നിവർ ആശംസകൾ അറിയിച്ചു. ശ്രീ ജോ പുതൂർക്കര നന്ദി അർപ്പിച്ച് സംസാരിച്ചു. നിരവധി വിശ്വാസികൾ ക്യാമ്പിൽ സന്നിഹിതരായിരുന്നു. മാർ അപ്രേപ്പള്ളി യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 2024 ഓഗസ്റ്റ് 25 ഞായറാഴ്ച രാവിലെ സേ നോ ടു ഡ്രഗ്സ് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ലഹരി വിരുദ്ധ സ്ക്വാഡ് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ സുവ്രത കുമാർ ക്ലാസ് നടത്തി. ഫാദർ CD പോളി കശീശ അധ്യക്ഷത വഹിച്ചു. യൂത്ത് സെക്രട്ടറി ജിസ് ഷാജി നന്ദി പറഞ്ഞു. വിശുദ്ധ കന്യക മാർത്തുമറിയത്തിന്റെ വേർപാട് തിരുനാളിനോടനുബന്ധിച്ച് നടത്തര മാർ നർസേ പള്ളി വിമൺ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വം ഓഗസ്റ്റ് 14 ബുധനാഴ്ച രാത്രി 7 മണിക്ക് റംശ പ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ കന്യക മാർത്തുമറിയത്തെക്കുറിച്ച് ദിവ്യശ്രീ അബി ആന്റണി പുള്ളൂക്കാരൻ ചമാശിന്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട തിമത്തി ബ്രഹ്മകുളം കശീശ, ബഹുമാനപ്പെട്ട ടിനോ ജോസ് കശീശ എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. വിമൻ യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി സിജി റബി നന്ദി പ്രകാശിപ്പിച്ചു. മാർ അപ്രേപ്പള്ളി യൂത്ത് അസോസിയേഷൻ തിരുവോണത്തിന് തയ്യാറാക്കി വിതരണം ചെയ്യുന്ന പാലട പരിപ്പ് പായസങ്ങളുടെ കൂപ്പൺ സെയിൽസ് ഉദ്ഘാടനം 2024 ഓഗസ്റ്റ് 25 ഇടവക വികാരി ഫാദർ CD പോളി കശീശ നിർവഹിച്ചു. പടിഞ്ഞാറേക്കോട്ട മാർ ഓഗിൻ തുവാനപ്പള്ളി ഇടവക വിമൻസ് യൂത്ത് അസോസിയേഷൻ ഓണത്തോടനുബന്ധിച്ച് വിൽപ്പന നടത്തുന്ന ശർക്കര വരട്ടി, കായവറവ് എന്നിവയുടെ വിതരണ ഉദ്ഘാടനം 2024 ഓഗസ്റ്റ് 25 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ ടിൻഡോ തിമത്തി കശീശയും അസിസ്റ്റന്റ് വികാരി ഫാദർ മോഹൻ കോനിക്കര കശീശയും ചേർന്ന് നിർവഹിച്ചു. മാർ യോഹന്നാൻ മാംദാനപ്പള്ളി കിഴക്കേക്കോട്ട യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് വിൽപ്പന നടത്തുന്ന പാലട പായസം വിതരണത്തിന്റെ ഉദ്ഘാടനം 2024 ഓഗസ്റ്റ് 25 ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ സിജോ ജോൺ ആദ്യ കൂപ്പൺ കൈക്കാരൻ ഇഗ്നേഷ്യസ് ജോസഫിന് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും ഭക്തസംഘടനാ സെക്രട്ടറിമാർക്കും കൂപ്പൺ കൊടുത്തുകൊണ്ട് പായസ വിൽപ്പനയുടെ ആരംഭം കുറിച്ചു. തദവസരത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അബിൻ ബാബു, ഡീക്കൻ ബാബു വർഗീസ്, കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ജിൽസൺ ജോസ്, യൂത്ത് അസോസിയേഷൻ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ കുടുംബം നഷ്ടപ്പെട്ടവർക്ക്, ഭവനം നഷ്ടപ്പെട്ടവർക്ക് സഭയായി നൽകുന്ന സഹായത്തിലേക്ക് കൊടുക്കുന്നതിനാണെന്ന് സംഘാടകർ അറിയിച്ചു. ഓൾ ഇന്ത്യ ബൈബിൾ ക്വസ്റ്റ് 2024 പരീക്ഷ 2024 ഓഗസ്റ്റ് 25 എറണാകുളം സെന്റ് തോമസ് പള്ളിയിൽ വിജയകരമായി നടത്തി. ധാരാളം പേർ പങ്കെടുത്തു. തൃശൂർ ഈസ്റ്റ് ഉപജില്ല അണ്ടർ 17 ഫുട്ബോൾ മത്സരത്തിൽ കാലിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അംഗങ്ങൾ ജേതാക്കളായി. നിലവിലെ അണ്ടർ 14 വിഭാഗത്തിൽ റണ്ണറപ്പാണ് ഇവർ. മാർ തിമോത്തിയോസ് ഹൈസ്കൂൾ കുരിയച്ചിറയിലെ അണ്ടർ 14, അണ്ടർ 17 ഫുട്ബോൾ ടീമുകൾക്ക് തൃശൂർ YMCA ഫുട്ബോളുകൾ സ്പോൺസർ ചെയ്തു. 2024 ഓഗസ്റ്റ് 26 സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃശൂർ YMCA പ്രസിഡന്റ് ശ്രീ ജോജു മഞ്ഞില, വൈസ് പ്രസിഡന്റ് ശ്രീ ജോർജ് ചാണ്ടി, ജനറൽ സെക്രട്ടറി ശ്രീ ജിൽസൺ ജോസ്, കാലിയൻ സിറിയൻ ചർച്ച് സെൻട്രൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ശ്രീ ജേക്കബ് ബേബി ഒലക്കെങ്കിൽ, വൈസ് ചെയർമാൻ ശ്രീ രാജൻ ജോസ് മണ്ണുത്തി എന്നിവർ സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് ശ്രീമതി ബെൻസി മാത്യു സ്വാഗതവും
PTA പ്രസിഡന്റ് ശ്രീമതി അഖില ആശംസയും സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി മരിയ വർഗീസ് നന്ദിയും അറിയിച്ചു. മലയാളം മിഷന്റെ റേഡിയോ മലയാളം, ഭൂമി മലയാളം ആഗോളതലത്തിൽ നടത്തിയ വായനാ മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ യുവപ്രതിഭ മലയാളം മിഷൻ ഖത്തർ സംസ്കൃതി ചാപ്റ്റർ വിദ്യാർത്ഥി ജോവാൻ മെൽവിനാണ് ഇന്നത്തെ അറിയാൻ ആദരിക്കാനിൽ പങ്കെടുക്കുന്നത്. വെൽക്കം ടു കൽദായി മീഡിയ. ജോഹാന് ആഗോളതലത്തിലാണ് ഈ ഒരു സമ്മാനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സമ്മാനം കിട്ടിയപ്പോൾ ജോഹാന് എന്താണ് തോന്നിയത്? എനിക്ക് നല്ല സന്തോഷമൊക്കെ തോന്നി. ഓക്കെ, ഈ സമ്മാനം, ഇത് അവാർഡ് എന്താണെന്ന് നമ്മുടെ കാണികൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയാൻ പറ്റുമോ? കേരള സർക്കാരിൻ്റെ മലയാളം മിഷൻ ആഗോളതലത്തിൽ നടത്തിയ മത്സരത്തിലാണ് എനിക്ക് സമ്മാനം കിട്ടിയത്. ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു നോവലാണ് എൻ്റെ ഉപ്പൂപ്പാക്കൊരാനുണ്ടായിരുന്നത്. ആ നോവലിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതി വായിച്ചതിനാണ് എനിക്ക് സമ്മാനം കിട്ടിയത്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.